ഹായ് ഓൾ, ഞാൻ ഗണേഷ്. ഇന്ന് ഡിഗ്രി പ്രിലിംസിൻ്റെ 3ാം സ്റ്റേജ് എക്സാം ആയിരുന്നു. അപ്പോൾ ആ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉദ്യോഗാർത്ഥികളോട് ചോദിക്കാം. മൊത്തത്തിൽ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എക്സാം മറ്റ് രണ്ട് ഫേസുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിനെക്കാട്ടിലും കമ്പാരിറ്റീവ്ലി GK കുറച്ചും കൂടി ഈസിയാണ് തോന്നി. മാത്സ് എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നി. മലയാളം എളുപ്പമായിരുന്നു. അങ്ങനെയായിരുന്നു. മറ്റ് രണ്ട് ഫേസുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും പിന്നും ബെറ്റർ ആയിട്ട് തോന്നി. മറ്റതിൽ GK ഒക്കെ നമ്മൾ കേൾക്കാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ വന്നിട്ടുണ്ട്. സമയം എങ്ങനെയാണ്? സമയം ഏറ്റവും വലിയ ബെനിഫിറ്റ് എൻ്റെ ക്ലാസ്സിൽ ക്ലോക്ക് ഉണ്ടായിരുന്നു. സ്മാർട്ട് ക്ലാസ് റൂം ആയിരുന്നു. അപ്പോൾ ക്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റുകയാണ്. മറ്റ് രണ്ട് ഫേസിനെക്കാട്ടിലും എളുപ്പം. കട്ട് ഓഫ് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയത്തില്ല. മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം ഈസി ആയിരുന്നു, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ട് തോന്നി. കാരണം അതിൽ കൂടുതൽ ഫാക്ട്സ് അല്ലേ അവർ ചോദിക്കുന്നത്. അപ്പോൾ ഒരു കാര്യത്തിനെ കുറിച്ച് ഫാക്ട്സ് ചോദിക്കുന്നു. അപ്പം അതിനെക്കുറിച്ച് ഗഹനമായിട്ടുള്ള അറിവുണ്ടെങ്കിൽ നമുക്കത് എഴുതാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ക്വാണ്ട് റീസണിങ് ഒക്കെ ഈസി ആയിരുന്നു. ഇംഗ്ലീഷും വളരെ ഈസി ആയിരുന്നു. പിന്നെ മലയാളം എനിക്ക് അത്ര ഇതില്ല, അതുകൊണ്ട് എനിക്കത് പറയാൻ അറിയില്ല എങ്ങനെയുണ്ടായിരുന്നു. മൊത്തത്തിൽ എളുപ്പമായിരുന്നു തോന്നുന്നു. ജോഗ്രഫി, ഹിസ്റ്ററിയിലായിരുന്നു ഈ പറഞ്ഞ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുണ്ടായിരുന്നു. അതായത് ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചുണ്ടായിരുന്നു. പിന്നെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്ന് അതിനെക്കുറിച്ച് അതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിരുന്നു. ഹിസ്റ്ററിയിലാണ് കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഉണ്ടായിരുന്നത്. ഏകദേശം എത്ര അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്? ഞാൻ ഒരു 80 to 90 നടത്തിയിട്ടുണ്ട്. ഏകദേശം കട്ട് ഓഫ് ഒക്കെ ഏകദേശം എത്ര വരുമെന്നാണ് ഉദ്ദേശിക്കുന്നത്? അത് എന്തായാലും 80 ഒക്കെ വരുമായിരിക്കും. മൊത്തത്തിൽ എനിക്ക് പാടായിരുന്നു, അതുപോലെ സമയവും കിട്ടിയില്ല. സമയത്തിന് ഒരു കുറവുണ്ടായിരുന്നു അല്ലേ? ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? ഏകദേശം അബൌട്ട് 60 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ. ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ക്വസ്റ്റ്യൻസ് കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. ബട്ട് റിവ്യൂസ് കണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി പാടായിരുന്നു എന്നും സമയം കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. ഈ രണ്ട് ഫേസ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പം കമ്പാരിറ്റീവ്ലി ഓക്കെ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി അല്ല, എന്നാലും പ്രിപ്പയർ ചെയ്ത് വരുന്നവർക്ക് ഓക്കെ ആയിരുന്നു. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അതെങ്ങനെയുണ്ടായിരുന്നു? അത് ഈസി ആയിട്ടാണ് തോന്നിയത്. മാത്സിന് ടൈം ഇഷ്യൂ ഈ 1.25 മണിക്കൂറും ചെയ്യാൻ വേണ്ടി കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഇത്തിരി മാത്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലും റീസണബിൾ ടൈപ്പായിരുന്നു. കുറച്ച് ചെയ്യാൻ സമയം എടുക്കുന്ന രീതിയിലാണ്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ ടൈം കിട്ടാത്തൊരിതുണ്ടായിരുന്നു. ടൈം കിട്ടാത്തൊരു വിഷയം ഉണ്ടായിരുന്നു അല്ലേ? ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും? അങ്ങനെയാണെങ്കിൽ ഒരു 50 above അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ബാക്കി അതിൽ കംപ്ലീറ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് ആണെന്നുള്ളത് നോക്കിയാലേ അറിയാമോ. എക്സാം ടഫായിട്ടാണ് തോന്നിയത്. കഴിഞ്ഞ രണ്ട് സ്റ്റേജിനെ അപേക്ഷിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ടഫായിട്ടാണ് തോന്നിയത്. പിന്നെ മലയാളം കുഴപ്പമില്ലായിരുന്നു. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. GK പാർട്ട് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് വരുന്ന ഒരാൾക്ക് മാത്സ് ചെയ്യാൻ പറ്റും. മാത്സ് അത്ര ടഫ് ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു. മാത്സ്, മലയാളം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? മലയാളം കുറച്ചുകൂടി ഈസി ആയിരുന്നു. മാത്സ് എനിക്ക് ചില ക്വസ്റ്റ്യൻസ് ടഫായിട്ടാണ് തോന്നിയത്, ചെയ്യാൻ പറ്റിയില്ല നേരെ. GK അത് വെച്ച് നോക്കിയാൽ കുറച്ചും കൂടി ഈസി ആയിട്ടാണ് തോന്നിയത്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റിലെ ചില ക്വസ്റ്റ്യൻസ് മാത്രം കുറച്ച് ടഫായിരുന്നു. മലയാളവും ഇംഗ്ലീഷും ഒക്കെ കുറച്ച് ഈസി ആയിരുന്നു. ശരിക്കും സമയം തികഞ്ഞോ? സമയം നമ്മൾ മാത്സ് കറക്റ്റ് ടൈം ബാലൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സമയം അങ്ങനെ തികയില്ല. അതുകൊണ്ട് ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് കുറച്ച് സ്പീഡിലാണ് ചെയ്യേണ്ടി വന്നത്. ഇംഗ്ലീഷും മലയാളവും ഇത്തിരി എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് പൊതുവേ. പക്ഷെ മാത്സും ഒരുവിധമൊക്കെ എഴുതാൻ പറ്റും. പിന്നെ GK പാർട്ട് എനിക്ക് പ്രയാസമായിട്ടാണ് തോന്നിയത്. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുണ്ടായിരുന്നോ? സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് നല്ല ഡീപ്പായിട്ട് പഠിച്ചവർക്ക് മാത്രമേ അത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റൂ. ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? ഏകദേശം ഒരു 70 പറയാൻ. എക്സാം അത്യാവശ്യം ഓക്കെ ആയിരുന്നു, ഈസി ആയിരുന്നു. പിന്നെ പ്രിപ്പയർ ചെയ്ത് തന്നവർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. ഞാൻ ആക്ച്വലി വേറെ ജോബൊക്കെ ആയിട്ടിരുന്നുകൊണ്ട് അധികം പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടൊരു മീഡിയം ഓക്കെ ഷെയറാണ് ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇത് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിട്ടാണ് ഫീൽ ചെയ്തത് എനിക്ക്. പിന്നെ ഈ സമയം എങ്ങനെയുണ്ടായിരുന്നു? സമയം തികഞ്ഞോ? കറക്റ്റായിട്ട് ഫീൽ ചെയ്തു. ഒരുപാട് സാധാരണ ചില പരീക്ഷയ്ക്ക് എക്സ്ട്രാ വരും, ചിലത് സമയം കിട്ടത്തില്ല. ഇത് കറക്റ്റായിട്ട് ഫീൽ ചെയ്തു. കറക്റ്റ് തീർന്നപ്പോഴത്തേക്കും തന്നെ